റീമയുടെ ബന്ധു ഷിനോജ് ചേരുന്നുണ്ട്. ശ്രീ ഷിനോജ്, ഈ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വരുന്നു. നേരത്തെ ഇവർ ആരോപിച്ചിരുന്ന, ഇവർ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തെളിവ് കൂടിയായിരിക്കുന്നു. ആ തരത്തിൽ എങ്ങനെയാണ് കുടുംബം പരാതിപ്പെടുന്നത്? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു അസ്വാഭാവിക മരണം എന്നുള്ളതിൽ മാത്രമേ പോലീസ് അന്വേഷിക്കുന്നുള്ളൂ. അത് മതിയാവില്ലല്ലോ. എന്താണ് കുടുംബത്തിന്റെ ഇതിലുള്ള നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോകുക? ഇപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസം അറിയുന്നത്. അപ്പം അതിനുശേഷം ഇപ്പൊ നമ്മള് പോവുകയായിരുന്നു സ്റ്റേഷനിലേക്ക്. അപ്പോൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിന്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം വക്കീലിന്റെ ഉപദേശപ്രകാരമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് പുറത്ത് തന്നത്. നേരത്തെ അറിയായിരുന്നു ഷിനോജ് ഇത്തരത്തിൽ വളരെ മോശമായിട്ട്, വളരെ മാനസികമായിട്ടും ഒക്കെ അസ്വസ്ഥയായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ആ കുഞ്ഞിനെയും കൊണ്ട് എന്നുള്ള കാര്യത്തിൽ നേരത്തെ അറിയായിരുന്നു? നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഈ കുടുംബവുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട്? സംസാരിച്ചിട്ട് അതിനുശേഷമാണ് ബാക്കി ഇവിടെ വന്ന് 1.5 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നത്. കാരണം അവിടെ താമസിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ബുധൻ ചൊവ്വ ദിവസങ്ങളിലാണ് അവൻ ഗൾഫിൽ നിന്ന് വന്നത്. അപ്പം നിരന്തരം അതിന്റെ അവസാനത്തെ കോൾ റെക്കോർഡിംഗ് ചാനലുകൾ എത്തിക്കാനുള്ള കാരണം അതിൽ ആ ഭീഷണി, വ്യക്തമായുള്ള ഭീഷണി അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് റീമ കത്തിലും അതിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനി ഇവര് 2 ദിവസം കഴിഞ്ഞാൽ പുറത്ത് അതൊരു ഇത് വിഷമമില്ലാതെ നടപടി. അല്ല, ഈ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഈ കുഞ്ഞിനെയൊക്കെ ആവശ്യപ്പെട്ടുള്ള ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് പോലീസിൽ പരാതിപ്പെടുകയോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല, ഈ ഫോണിലേക്കൂടെയുള്ള ഭീഷണി ഇപ്പം 3 ദിവസമായിട്ട് വന്നത് നമ്മൾ അതിന് ശേഷമാണ് അറിയുന്നത്. സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫോൺ കാണുന്നത്. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷെ വ്യാഴാഴ്ച തന്നെ വിളിച്ചിട്ട് അവൻ കുഞ്ഞിനെ എടുക്കാൻ വരും എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വരുന്നുള്ളത്. അപ്പൊ ജസ്റ്റ് കണ്ടിട്ട് പോകുന്നില്ല രീതിയിൽ മാത്രമാണ് നമ്മൾ നിന്നത്. ഞായറാഴ്ച എന്നിട്ട് നമുക്ക് അവന്റെ ഒന്ന് സംസാരിക്കാം, നാട്ടിൽ വന്നല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറിപ്പ് ആ ദിവസം തന്നെ ഞായറാഴ്ച തന്നെ ഉണ്ടായിരുന്നു. ഫോണും കുറിപ്പും ബെഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ഈ വക്കീലിനെ കണ്ട് സംസാരിച്ച് നേരിട്ട് അത് കേസ് എടുക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുക അല്ലെ? എന്താണ് നിങ്ങൾ എന്താ കരുതുന്നത്? അതെ, അതിന്റെ മാക്സിമം ഏത് ലെവൽ വരെ പോകാൻ പറ്റും. അത് അവളെ കത്തിൽ എഴുതിയ പോലെ തന്നെ അവളെ അവസാനത്തെ ആഗ്രഹം എന്നുള്ള ഇതിൽ എഴുതി. കാരണം ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൂടാന്നുള്ള രീതിയിലാണ് കത്തിൽ വ്യക്തമായിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഇന്ന് ശക്തമായിട്ട് മുമ്പോട്ട് പോകും. ഈ കമൽരാജ് ഇപ്പോഴും നാട്ടിൽ തന്നെയാണോ? ഒളിവിലാണെന്നാണ് അറിയാൻ പറ്റിയത്. ശരി, നന്ദി ഷിനോജ്, കാര്യങ്ങൾ പങ്കുവച്ചതിന്.